ഞാൻ കാര്യം പറഞ്ഞല്ലോ, അക്കാര്യത്തിലൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പുതുതായിട്ടൊരു അഭിപ്രായം പറയാനുള്ള, നമ്മൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ്, ഒരു പൊളിറ്റിക്കൽ പോരാട്ടമാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം മടുത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും അവരുടെ നിത്യജീവിതം ദുരിതത്തിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. അപ്പൊ അതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം 2026 നടക്കാൻ പോവാണ്. അപ്പൊ ആ ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ മാറ്റും. പൊളിറ്റിക്കൽ ഫൈറ്റാണ് അത്. UDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ ആര്യാടൻ ഷൌക്കത്ത് അവിടുന്ന് MLA ആയിട്ട് വന്നിരിക്കും എന്നുള്ള സംശയം വേണ്ട. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം വിശാലമായ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ ജനങ്ങൾ വെറുക്കപ്പെട്ട സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിനകത്ത് ഈ സർക്കാരിനോട് താല്പര്യമില്ല. അപ്പൊ അത് പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനില് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട് കുട്ടി.